അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്ന അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമായ കഥ. എന്താണ് ആ കഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയ ദിവസം സ്വഹാബിമാരെ പേടിച്ച് ഇക്രിമ നാട് വിട്ടു. അദ്ദേഹം ഒരു കപ്പലിൽ കയറി. കപ്പൽ യാത്രക്കിടയിൽ വലിയ കൊടുങ്കാറ്റടിക്കുകയും കപ്പൽ ആടിയുലയാൻ തുടങ്ങുകയും ചെയ്തു. മുങ്ങിപ്പോകുമെന്ന അപകട ഭയത്തിൽ കപ്പലിന്റെ കപ്പിത്താൻ ഉറക്ക വിളിച്ചു പറഞ്ഞു, അഖ്ലിസു. എന്താണ് അഖ്ലിസു എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഇനി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെയായിരുന്നു. അവർ കപ്പൽ ആടിയുലഞ്ഞ് മുങ്ങിത്താകുമെന്ന ഘട്ടത്തിലെത്തിയാൽ ഇനി രക്ഷിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റൊരു പടപ്പിനും കഴിയില്ല എന്ന് വിശ്വസിക്കുകയും കപ്പലിൽ വെച്ച് അള്ളാഹുവിനെ മാത്രം വിളിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അവർ കരയിലെത്തിയാലോ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പുറമെ മറ്റുള്ള പടപ്പുകളെയും വിളിക്കുമായിരുന്നു. ഇക്രിമ ആലോചിക്കുകയാണ്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടലിൽ വെച്ച് എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത എൻ്റെ ആരാധ്യ പുരുഷന്മാർ, മഹാന്മാർ, അവർ കരയിൽ വെച്ചിട്ട് എന്നെ എന്തു ചെയ്യാനാണ്? അവർക്ക് കരയിലും കടലിലും എന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടിനി അള്ളാഹുവിനെ മാത്രമേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന തീരുമാനം അദ്ദേഹം എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവെ, നീ എന്നെ ഈ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകും എന്ന് അദ്ദേഹം പറയുകയാണ്. അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. രക്ഷപ്പെട്ട അദ്ദേഹം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കണ്ട് ബൈഅത്ത് ചെയ്യുകയും ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശം. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പുറമെ മറ്റുള്ള പടപ്പുകളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആദർശം, അത് യഥാർത്ഥത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ കൊണ്ടു നടന്നിരുന്ന ആശയമായിരുന്നു. നിങ്ങൾ ഏത് ആശയമാണ് ഹൃദയത്തിൽ പേറിയിട്ടുള്ളത് എന്ന് ആലോചിക്കുക. അള്ളാഹു ഹൃദയങ്ങളിൽ ഹിദായത്തിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.